120 കിലോമീറ്റർ ടച്ച് ചെയ്യും. മൊത്തം പണിയാണ്, എപ്പോഴും നിർത്തുപോകും. അതെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 ദിവസത്തിന് ശേഷം നമ്മുടെ വണ്ടി നമുക്ക് തിരിച്ചിട്ടിട്ട് കേട്ടോ ഷോറൂമിൽ. നമ്മുടെ ടെക്നീഷ്യൻ സിലിണ്ടർ മാറ്റാൻ കൊടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൂടെ എൻ്റെ ഫ്ലൈ വീല് റീപ്ലേസ് ചെയ്യണ്ടായിരുന്നു. കാരണം മുന്നത്തെ ഓണർ എൻ്റെ ക്ലച്ച് മാത്രമാണ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അത് ഇട്ടതിന് ശേഷം കുറേ പേര് ചോദിക്കുന്നത് നിനക്ക് വല്ല ഭ്രാന്തുണ്ടെന്ന്, ഈ ജെറ്റ് ഈ വോക്സ്വാഗൻ്റെ വണ്ടികളും അത് ഈ ടൈപ്പ് തന്നെ പോയി എടുത്ത് എന്തിനാന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതുവരെയുള്ള കഥകൾ മൊത്തം ചുരുക്കി പറയാതെ ഓർത്തു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യം മേടിക്കുന്ന ഒരു കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഷെയർ ഇട്ടിട്ട് ഒരു 800, അത് മറ്റേ കാർബറേറ്റർ മോഡലായിരുന്നു. മറ്റേ ഇതെന്താ ഗ്യാസ് കയറ്റിയേക്കുന്ന ഒരു വണ്ടി, നമുക്ക് ഓടിക്കാൻ പഠിക്കാനായിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മക്കൾക്കും നമുക്കും കൂടെ ആയിട്ട്. അങ്ങനെ നമ്മളത് കുറച്ചാൾ ഓടിക്കാൻ വേണ്ടി മൊത്തം പണിയാണ്, എപ്പോഴും നിർത്തുപോകും. അതായത് ഈ ഗ്യാസ് കയറ്റിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അത് കണ്ടും 1990 എത്രയോ 90 ആണോ ആ റേഞ്ച് ഏതോ മോഡലാണ്, ഞാൻ മോഡലൊന്നും ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നീല കളർ ഒരു MBFI മോഡൽ 800 ഓടിച്ചു 2006. അത് അടിപൊളി വണ്ടിയായിരുന്നു. അതിൻ്റെ നമ്മൾ അത്യാവശ്യം ഓടിക്കാനും പഠിച്ചു, കുറേ നമ്മൾ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി അടിപൊളിയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് കൊടുത്തിട്ട് പിന്നെ 2023 എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി എടുക്കണം, ബലേനോ 1.6. അത് കുറേ തപ്പിയെടുത്ത് ഞാൻ കുറേ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. ആ വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ടോക്കിംഗ് കാഴ്സിൻ്റെ ഒരു വീഡിയോ കണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഭ്രാന്തായി. പിന്നെ അതിങ്ങനെ തപ്പി നടന്ന ആ വണ്ടി കിടിലം വണ്ടി. അത് സെക്കൻഡ് ഗിയറിൽ 120 കിലോമീറ്റർ ടച്ച് ചെയ്യും. ഒരു നിഷ്പ്രയാസം, ഒരു പാടില്ലായിട്ട് അത് കയറാം. ആ വണ്ടി ഒരു എഫോർട്ട് എടുക്കാണ്ടുള്ള രീതിയിൽ ഭയങ്കര പവർഫുൾ വണ്ടിയും അടിപൊളി ഹാൻഡ്ലിങ്ങും. ഒരു 1.5 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ആ വണ്ടി വെച്ച് നോക്കുമ്പോൾ ആ വണ്ടിയുടെ പെർഫോമൻസ് അതിഗംഭീര. മൈലേജ് ഇച്ചിരി കുറവുണ്ട്, എന്നാലും സ്റ്റിൽ ലോങ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 14-13 മര്യാദയ്ക്ക് ഓടിച്ചാലേ കിട്ടുമായിരുന്നു. പിന്നെ പെട്രോൾ വേണം, അത്യാവശ്യം നൈസ് ഒരു വണ്ടിയായിരുന്നു. അങ്ങനെ അത് എടുക്കാൻ ഞങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ലക്ഷ്മണും പോയി ആ വണ്ടി എടുക്കണേ. ഞങ്ങൾ രണ്ടും കുറേ വണ്ടികൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ അത് 2023 വണ്ടി മേടിക്കണേ. എന്നിട്ട് അത് 24 ഒരു കൊല്ലം ഓടിക്കാൻ പറ്റുള്ളൂ. 24 എനിക്ക് കൊടുക്കേണ്ടി വരും, 24 അവസാനത്തേക്കും. അത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫിനാൻഷ്യൽ റീസൺസ് വന്ന കാരണമാണ് കൊടുക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറേ വണ്ടികൾ തപ്പി, പക്ഷെ എനിക്ക് ഒന്നും കിട്ടിയില്ല. ഈ നല്ലൊരു ബലേനോ. പിന്നെ എനിക്ക് സെയിം പയ്യൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു ഈ വണ്ടി ഇനി കൊടുക്കുന്നുണ്ടോ, പക്ഷെ ആളത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു 2-3 വട്ടം ഞാൻ ചോദിച്ചു ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞൊരു 1 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു വണ്ടി എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ വണ്ടികൾ തപ്പി, അത് ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് പറയാം.